ഇതിന്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ നമുക്ക് വേണ്ടത്. വയനാട്ടിലുണ്ടായത് തീവ്ര ദുരന്തമാണ് എന്ന് അവർ അംഗീകരിച്ചു. അപ്പോൾ സാധാരണ സംസ്ഥാനങ്ങളിലേക്ക് കൊടുക്കുന്നത് പ്രത്യേക സാമ്പത്തിക പാക്കേജാണ് കൊടുക്കുന്നത്. നമ്മൾ 2000 കോടി രൂപയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്ന് 100, 200, 500 കോടി കുറച്ചോ. പക്ഷേ അതൊന്നും തരാതെ 590 കോടി രൂപയുടെ 50 വർഷത്തേക്കുള്ള കടമായിട്ട് തരിക എന്ന് പറഞ്ഞാൽ കേരളത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, പരിഹസിക്കുന്നതിന് തുല്യമാണ്, കേരളത്തോടുള്ള പൂർണ്ണമായ അവഗണനയാണ്. പിന്നെ 50 വർഷം കഴിഞ്ഞിട്ട് അടയ്ക്കേണ്ടെന്ന് പറയാൻ സുരേന്ദ്രൻ ആരാ? സുരേന്ദ്രൻ എന്താ അവകാശമുള്ളത് അടയ്ക്കേണ്ടെന്ന് പറയാൻ? ഇത് ഔദാര്യമൊന്നുമല്ല. ഒരു സ്റ്റേറ്റിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ സ്റ്റേറ്റിന് കേന്ദ്രം സഹായിക്കണം. അവർ പല സംസ്ഥാനങ്ങളെ സഹായിച്ചിട്ടുണ്ട്. കേരളത്തിന് അത് തരില്ല എന്ന് പറയുന്നത് എന്ത് നീതിയാണ്? ഈ പാവപ്പെട്ട മനുഷ്യർ അവർ നിൽക്കുന്ന കാലിൻ്റെ അടിയിലെ മണ്ണൊലിച്ചു പോയതാണ്. ആ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന പൈസ 50 കൊല്ലത്തിനകം തിരിച്ചടക്കണം എന്നൊരു ഗവൺമെൻറ്റിനോട്, ഇവിടെ ഭരിക്കുന്ന ഞങ്ങളുടെ ഗവൺമെൻറ്റൊന്നും അല്ലല്ലോ, ഗവൺമെൻറ് എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ അല്ലേ. എത്ര നാൾ മുമ്പ് പ്രധാനമന്ത്രി അവിടെ നിന്ന് വന്നുപോയതാ? ഒരു കേന്ദ്രം സംസ്ഥാനത്തോട് കാണിക്കേണ്ട യാതൊരു വിധത്തിലുള്ള മാന്യതയും പുലർത്താതെ പൂർണ്ണമായ അവഗണന മാത്രമല്ല, ഇതിലൊരു പരിഹാസമുണ്ട്, ഒരു കളിയാക്കലുണ്ട്. ഇത്രയൊക്കെ മതി നിങ്ങൾക്കെന്ന്. അത് ശരിയല്ല. അതിനെതിരായി ഞങ്ങൾ ശക്തമായ നിലപാടാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ. ഒരു സംശയം കാര്യത്തിൽ വേണ്ട.